ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോഗ്രഫിയിലെ പ്ലേസസ് ആൻഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസിലാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിയാസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡാണ്. കാരണം റീസെൻ്റ്ലി ഒരുപാട് തവണ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ് നിയാസ് ഐലൻഡ്. അവിടെ സർഫിംഗ് ഒക്കെ നടത്തിയ അവിടുത്തെ കോസ്റ്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ന്യൂസ് വന്നിരുന്നു. വെരി റീസെൻ്റ്ലി അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എർത്തുകേക്സ് ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ്, ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അവിടെ എർത്തുകേക്ക് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, പഴയ സുനാമിയൊക്കെ ഉണ്ടായ സമയത്ത് സുനാമി ഹിറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ മരിച്ച ഒരു ഐലൻഡ് കൂടിയാണ് നിയാസ് ഐലൻഡ്. അപ്പോൾ വീണ്ടും അവിടെ ഒരു എർത്തുകേക്കിന്റെ ഒക്കെ പ്രസൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ വളരെ പാനിക്കായി. അങ്ങനെ ന്യൂസിൽ കണ്ടിന്യൂസ്ലി വരുന്നുണ്ട് നിയാസ് ഐലൻഡ്. സോ UPSC പെർസ്പെക്റ്റീവിൽ നിയാസ് ഐലൻഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നു. സോ നമുക്ക് നിയാസ് ഐലൻഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. Nias Island is an island located off the western coast of Sumatra, Indonesia. ഇന്തോനേഷ്യയിലെ സുമാത്ര ഐലൻഡിന്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് വെസ്റ്റേൺ കോസ്റ്റിൽ കിടക്കുന്ന ഒരു ഐലൻഡാണ് നിയാസ് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നിയാസ് ഐലൻഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ മാപ്പ് വെച്ച് ഇത് കൃത്യമായിട്ട് നോക്കണം. സുമാത്ര എവിടെയാണ്, ജാവ എവിടെയാണ്, നിയാസ് ഐലൻഡ് എവിടെയാണ്, അതിന്റെ നിയറസ്റ്റ് കിടക്കുന്ന ഐലൻഡുകളുടെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. അപ്പൊ നിയാസ് ഐലൻഡ് കണ്ടിന്യൂസ് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡാണ് നിയാസ് എന്ന് പറയുന്നത്. ഈ നിയാസ് എന്നുള്ള പേര് അത് ചേർന്നുകൊണ്ടുള്ള ആർക്കിപ്പലാഗോയ്ക്കും സെയിം പേരാണ്. നിയാസ് ഈസ് ഓൾസോ ദ നെയിം ഓഫ് ദ ആർക്കിപ്പലാഗോ. ആർക്കിപ്പലാഗോ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓഫ് വിച്ച് ദ ഐലൻഡ് ഈസ് ദ സെന്റർ. നിയാസ് ഐലൻഡ് തന്നെയാണ് ആർക്കിപ്പലാഗോയുടെ സെന്റർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ബാട്ടു ഐലൻഡ്സ്. അപ്പൊ ആർക്കിപ്പലാഗോയിലുള്ള പ്രധാനപ്പെട്ട ഐലൻഡുകളും കൂടി ഒന്ന് നോട്ട് വെച്ചേക്കുക. ബാട്ടു ഐലൻഡ് ടു ദ സൗത്ത് ഈസ്റ്റിലായിട്ട് ബാട്ടു ഐലൻഡ് ഉണ്ട്. ആൻഡ് ദ സ്മാൾ ഹിനാക്കോ ഐലൻഡ്സ് ടു ദ വെസ്റ്റ്. വെസ്റ്റേൺ സൈഡിലായിട്ട് ചെറിയ ഹിനാക്കോ ഐലൻഡും ഉണ്ട്. അപ്പൊ നിങ്ങൾ അറ്റ്ലസിന്റെ ഹെൽപ്പോട് കൂടി ഈ പറയുന്ന നിയാസ് ആർക്കിപ്പലാഗോയും അതിന്റെ അഡ്ജസന്റ് ഏരിയാസും ഒക്കെ കൃത്യമായിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ന്യൂസിൽ വന്നിട്ടുള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ നിയാസിന്റെ ഇവിടെ എർത്തുകേക്ക് ഒക്കെ ഉണ്ടായല്ലോ. അപ്പൊ നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ നിയാസ് ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നിയാസ് ഐലൻഡ് ഇരിക്കുന്ന ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറ്റ് നിയാസ് ദ ഓഷ്യാനിക് പ്ലേറ്റ് ഈസ് ബീയിങ് obliquely subducted under the Sunda plate at the rapid rate of 52 millimeter in an year. ഒരു ഇയറിൽ 52 millimeter എന്ന കണക്കില് ഓഷ്യാനിക് പ്ലേറ്റ് സുണ്ട പ്ലേറ്റിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സബ്ഡക്ഷൻ എന്ന് പറയുന്ന ടേം ആക്ച്വലി നമ്മൾ ജോഗ്രഫിയിൽ എസ്പെഷ്യലി പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുക. ഇവിടെ നിയാസ് ഐലൻഡിന്റെ അവിടുത്തെ ഓഷ്യാനിക് പ്ലേറ്റ്, അവിടെയുള്ള സുണ്ട പ്ലേറ്റ് ആ കോണ്ടിനെന്റൽ പ്ലേറ്റിലേക്ക് പതുക്കെ ഇടിക്കുകയാണ്. അപ്പൊ ഇടിക്കുമ്പോൾ സബ്ഡക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ താഴോട്ട് ചരിഞ്ഞിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? സുണ്ട പ്ലേറ്റ് പതുക്കെ ഉയർന്നു വരും. അപ്പൊ ആ ഒരു 52 mm per year എന്നുള്ള രീതിയിലാണ് ഈ ഒരു സബ്ഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുക. അപ്പൊ സബ്ഡക്ഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ പർട്ടിക്കുലർലി പ്ലേറ്റ് ടെക്ടോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്. നിങ്ങൾ അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. സബ്ഡക്ഷൻ എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, സബ്ഡക്ഷൻ ഒക്കേഴ്സ് when an oceanic plate runs into a continental plate and slides beneath it. അപ്പൊ നോക്കുക, കോണ്ടിനെന്റൽ പ്ലേറ്റിലേക്ക് ഒരു ഓഷ്യാനിക് പ്ലേറ്റ് വന്ന് കയറുമ്പോൾ അതെവിടെ എന്താ സംഭവിക്കുക? സബ്ഡക്ഷൻ സംഭവിക്കും. അത് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഇതിന്റെ അടിയിലേക്ക് ചരിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ സബ്ഡക്ഷൻ എന്ന് പറയുക. അപ്പൊ സബ്ഡക്ഷൻ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ when an oceanic plate runs into a continental plate. ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ അത് പതുക്കെ സ്ലൈഡ് ചെയ്ത് താന്ന് ആ ഒരു ഓഷ്യാനിക് പ്ലേറ്റിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കയറിപ്പോകും. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓഷ്യാനിക് പ്ലേറ്റ് സുണ്ട പ്ലേറ്റിന്റെ അടിയിലേക്ക് ഒബ്ലീക്വലി എന്താ പറയുക, സബ്ഡക്ഷൻ സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതൊരു റാപ്പിഡ് റേറ്റിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു 52 mm 52 millimeter per year ആണ്. ഒരു ഇയറിൽ 52
മില്ലിമീറ്റർ എന്നുള്ള കണക്കിനാണ് സബ്ഡക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സിൽ ഇതെന്ന് പറയുന്ന ഒരു വലിയ ഹൈ റേറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെറും 52 mm അല്ലേ മില്ലിമീറ്റർ അല്ലേ മാറുന്നുള്ളൂ. പക്ഷേ ആസ് പെർ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ആസ് പെർ ജോഗ്രഫി ഇതൊരു റാപ്പിഡ് റേറ്റ് തന്നെയാണ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നിയാസ് നിയാസ് ഐലൻഡും അല്ലെങ്കിൽ നിയാസ് ആർക്കിപ്പലാഗയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. എഗെയിൻ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പറയുന്ന ഐലൻഡുകൾ അതായത് ജാവ, സുമാത്ര, അതായത് ഇന്തോനേഷ്യൻ ഐലൻഡുകളെ കുറിച്ചും അതിന്റെ അഡ്ജസന്റ് ഏരിയാസിനെ കുറിച്ചും ഒക്കെ മാപ്പ് നോക്കി ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ. ചോദ്യം വരാനുള്ള ഹൈ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി വേറൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.